സോൾസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് പേഴ്സണൽ റിഫ്ലക്ഷൻ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും ഒട്ടുമിക്കവരും തന്നെ എക്സസൈസ് ചെയ്യുന്ന ആളുകളായിരിക്കും അല്ലേ. ഇപ്പോൾ നമ്മൾ ലോക്ക്ഡൗൺ ടൈമിലൊക്കെ വീട്ടിൽ ലോക്കായിരിക്കുന്ന ആളുകളൊക്കെ കൂടുതൽ എക്സസൈസ് ചെയ്യുന്ന ആളുകളായിരിക്കും. നമ്മൾ എന്തിനാണ് എക്സസൈസ് ചെയ്യുന്നത്? നമ്മുടെ ബോഡിക്ക് ഒരു സ്ട്രെങ്ത് കൊടുക്കാനൊക്കെ വേണ്ടിയാണ്. അതുപോലെ തന്നെ ഡയറ്റ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം, ഭക്ഷണം ക്രമീകരിക്കുന്നത് വഴിയായിട്ട് തങ്ങളുടെ ആരോഗ്യത്തെ പരിരക്ഷിക്കുന്ന ആളുകൾ. അതോടൊപ്പം നിങ്ങളുടെ ബ്രെയിൻ എക്സസൈസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പത്രത്തിലൊക്കെ വരുന്ന സുഡോക്കു അല്ലെങ്കിൽ ചെസ്സ് ഒക്കെ കളിക്കുന്ന വഴി നിങ്ങളുടെ ബ്രെയിന് എക്സസൈസ് കൊടുക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ നമ്മൾ പല രീതിയിൽ വ്യത്യസ്തമായിട്ട് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പല രീതികളെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ടാണ് നമ്മൾ എക്സസൈസുകൾ ചെയ്യുന്നത്. അതോടൊപ്പം നമ്മുടെ മൈൻഡിന് ചെയ്യാവുന്ന ഒരു എക്സസൈസ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് പേഴ്സണൽ റിഫ്ലക്ഷൻ. എന്താണ് ഈ പേഴ്സണൽ റിഫ്ലക്ഷൻ? നമുക്കറിയാം, മഹാത്മാരൊക്കെ ചെയ്തിരുന്ന ഒരു കാര്യമാണ് ഈ പേഴ്സണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. തങ്ങളുടെ ലൈഫിനെ കുറിച്ച് തന്നെ ഒരു ഇവാലുവേഷൻ ചെയ്യുക എന്നതുകൊണ്ടാണ് പേഴ്സണൽ റിഫ്ലക്ഷൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വലിയ വ്യക്തിത്വങ്ങളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ മഹാത്മാഗാന്ധി, അബ്രഹാം ലിങ്കൺ അങ്ങനെ തുടങ്ങിയ വ്യക്തികളൊക്കെ അവരുടെ ലൈഫിൽ ഒരു പേഴ്സണൽ റിഫ്ലക്ഷൻ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഒരു സക്സസ്സിലേക്ക് വരാനായിട്ട് സാധിക്കുന്നത്. മെഡിറ്റേഷൻ എന്ന ബുക്കിൽ മാർക്കൂസ് ഔറേലിയസ് പറയുന്നുണ്ട്, അദ്ദേഹം കിടക്കുന്നതിന് മുന്നേ എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് എടുത്ത് താൻ അന്ന് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഒരു പേഴ്സണൽ റിഫ്ലക്ഷൻ നടത്തിയിരുന്നു എന്നുകൊണ്ട്. ഒരു ചക്രവർത്തി എന്ന രീതിയിൽ അദ്ദേഹം വലിയ സക്സസ്ഫുൾ അല്ലായിരുന്നെങ്കിലും ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതിന് അദ്ദേഹത്തെ സഹായിച്ചത് പേഴ്സണൽ റിഫ്ലക്ഷനാണ്. അതോടൊപ്പം തന്നെ ഇന്നും നമ്മൾ കാണുന്ന പല മഹത് വ്യക്തികളും ഈ പേഴ്സണൽ റിഫ്ലക്ഷൻ വഴിയായിട്ടാണ് തങ്ങളുടെ ലൈഫിനെ ഷാർപ്പൻ ചെയ്യുന്നതും കൂടുതൽ പേഴ്സണാലിറ്റിയിലേക്ക് വരുവാനൊക്കെ ആയിട്ട് അവർക്ക് സാധിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താണ് ഈ പേഴ്സണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്? നമുക്കും ഇത് ചെയ്യാനാകുമോ? തീർച്ചയായും നമുക്കും ഇത് ചെയ്യാനായിട്ട് സാധിക്കും. ഹിസ്റ്റോറിക്കൽ സമയം മുതൽ ഇതിനെ അറിഞ്ഞുകൊണ്ടിരുന്നത് ഇൻട്രോസ്പെക്ഷൻ എന്ന രീതിയിലാണ്. തങ്ങളുടെ സെൽഫിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു മാർഗ്ഗമാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അതിൻ്റെ പോരായ്മകളെയും അതിൻ്റെ നന്മകളെയും കണ്ടെത്തി വീണ്ടും ഒരു നല്ല വ്യക്തിത്വത്തിലേക്ക് വരുവാനായിട്ട് നമ്മളെ ഇത് സഹായിക്കുന്നു. അപ്പോൾ എന്താണ് ഈ പേഴ്സണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്? ഇത് എങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും? ഇത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് ഒരു ദിവസത്തിലോ ഒരു ആഴ്ചയിലോ ഒരു മാസത്തിലോ ഒക്കെ കണക്കെടുത്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു മെത്തേഡാണ് ഈ പേഴ്സണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ദിവസം ഒരു 1 ഡേ ബേസിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ അന്ന് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് എവിടെയെങ്കിലും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് കണ്ടെത്തി അവിടെ പോയി അതിനെക്കുറിച്ച് വേണമെങ്കിൽ നമുക്ക് ധ്യാനിക്കാം, അതിനെക്കുറിച്ച് ആലോചിക്കാം. അല്ലെങ്കിൽ നമുക്കൊരു പേപ്പർ എടുത്ത് നമുക്ക് അന്ന് ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച് വേണമെങ്കിൽ നോട്ട് ഡൗൺ ചെയ്യാം. അത് നമ്മുടെ മെമ്മറിയെ കൂടുതൽ സഹായിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പേഴ്സണൽ റിഫ്ലക്ഷൻ നമുക്ക് നടത്താവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ആഴ്ചയിലായിട്ട് പേഴ്സണൽ റിഫ്ലക്ഷൻ നടത്താൻ, ഇപ്പോൾ ഒരാഴ്ച നമ്മൾ ചെയ്ത കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമുക്കിപ്പോൾ സാറ്റർഡേയോ സൺഡേയോ തിരഞ്ഞെടുത്ത് ഒഴിവുള്ള ഒരു ദിവസം കണ്ടെടുത്ത് അന്ന് ആഴ്ചയിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പേഴ്സണൽ റിഫ്ലക്ഷൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു മാസത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ കണ്ടെടുത്ത കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പേഴ്സണൽ റിഫ്ലക്ഷൻ ചെയ്യാവുന്നതാണ്. അത് നോട്ട് ഡൗൺ ചെയ്യുകയോ നമ്മളൊരു സ്ഥലം കണ്ടെത്തി അതിനെക്കുറിച്ച് മെഡിറ്റേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാവുന്നതാണ്. അതുമല്ലെങ്കിൽ നമുക്കിപ്പോൾ ലോക്ക്ഡൗൺ ടൈമിലൊക്കെ ആയിരിക്കുന്നതിൽ ഒരു പ്രത്യേക സമയം കണ്ടെത്തിയും നമുക്ക് ഈ പേഴ്സണൽ റിഫ്ലക്ഷനിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ ലോക്ക്ഡൗൺ ടൈമിലുള്ള ആ ഒരു കാലാവധി ഒന്ന് കണ്ടെത്തുകയാണെങ്കിൽ ഇപ്പോൾ കുറേ പേർക്ക് അവരുടെ പേഴ്സണൽ റിലേഷൻഷിപ്പ് വളർത്തിക്കൊണ്ടുവരാൻ ചിലപ്പോൾ സാധിച്ചിരിക്കാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു പേഴ്സണൽ റിഫ്ലക്ഷൻ നമുക്ക് നടത്തുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ ഫ്രീ ടൈം കിട്ടുകയും കുറേ നല്ല കാര്യങ്ങൾ നമ്മൾ മറന്നുപോയ കുറേ സ്കില്ലുകളും ഒക്കെ കൂട്ടിക്കൊണ്ട് വരുവാനും വളർത്തിക്കൊണ്ടുവരാനൊക്കെ സാധിച്ചിരിക്കും. അപ്പോൾ അതും ഒരു പേഴ്സണൽ റിഫ്ലക്ഷനാണ്. അപ്പോൾ ഇങ്ങനെ പേഴ്സണൽ റിഫ്ലക്ഷൻ ചെയ്യുന്നത് വഴിയായിട്ട് നമ്മുടെ സെൽഫിനെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുവാനും നമുക്ക് കൂടുതൽ വളർച്ചയിലേക്ക് വരുവാനുമായിട്ടും സാധിക്കും. അപ്പോൾ ഈ വലിയ വ്യക്തികൾ ചെയ്തിരുന്ന ഈ പേഴ്സണൽ റിഫ്ലക്ഷൻ നമുക്കും നമ്മുടെ ലൈഫിൻ്റെയും ഭാഗമാക്കി നമുക്കും വലിയ വ്യക്തിത്വങ്ങളായിട്ട് നമുക്കും ഒരു നല്ലൊരു പേഴ്സണാലിറ്റി സ്വന്തമാക്കുവാനായിട്ട് ശ്രമിക്കാം. സോ താങ്ക് യു ഫ്രണ്ട്സ്.